ഇന്ന് നമ്മൾ ടെൻസുകളെ പറ്റിയാണ് പഠിക്കുന്നത്. സമയവുമായി ബന്ധപ്പെടുത്തിയ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനെ പറ്റി പറയുന്നതാണ് ടെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പ്രവൃത്തി ഏത് സമയത്ത് ചെയ്യപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഈ ടെൻസുകൾ നമ്മൾ നിർവചിക്കുന്നത്. കുറേ കാലം മുമ്പോ അല്ലെങ്കിൽ കുറച്ച് മുമ്പോ നടന്ന പ്രവൃത്തികളാണെങ്കിൽ നമ്മൾ അതിനെ പാസ്റ്റ് ടെൻസ് എന്നും, ഇപ്പോൾ പറയുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ് എങ്കിൽ അതിനെ പ്രസൻറ്റ് ടെൻസ് എന്നും, ഇനി മേൽ സംഭവിക്കുന്നതിനെ ഫ്യൂച്ചർ ടെൻസ് കൊണ്ടും ഉദ്ദേശിക്കുന്നു. ടെൻസുകളെ 3 രൂപത്തിലാണ് തിരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയുന്നത് പ്രസൻറ്റ് ടെൻസ്, കഴിഞ്ഞ കാലത്ത് സംഭവിച്ചത് പാസ്റ്റ് ടെൻസ്, ഇനിമേൽ സംഭവിക്കാൻ പോകുന്നതിനെ ഫ്യൂച്ചർ ടെൻസ് എന്നും പറയുന്നു. ഇതെല്ലാം തന്നെയും വെർബുകളുടെ രൂപമാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യം നമ്മൾ പ്രസൻറ്റ് ടെൻസിനെ പറ്റി പഠിക്കുകയാണ്. പ്രസൻറ്റ് ടെൻസിന് മലയാളത്തിൽ പറയുന്നത് വർത്തമാനകാലം. ഈ പ്രസൻറ്റ് ടെൻസിന് 4 രൂപങ്ങളുണ്ട്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇവിടെ ഡ്രോ എന്ന പ്ലൂറൽ ഫോമിലുള്ള വെർബാണ് ഈ 4 രൂപങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഡ്രോ എന്ന വാക്കിനുണ്ടാകുന്ന വ്യത്യാസമാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കുവാനുള്ളത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, അതായത് ലളിതമായ വർത്തമാനകാലം, ആ രൂപത്തിൽ ഒരു സെൻറ്റൻസ് ഡ്രോ ചേർത്തുണ്ടാക്കുമ്പോൾ ഐ ഡ്രോ എ പിക്ചർ എന്ന് എഴുതും. ഇത് വളരെ ലളിതമായ, വളരെ സിമ്പിളായ രൂപത്തിലുള്ളൊരു സെൻറ്റൻസാണ്. ഐ, ഞാൻ എന്നത് സബ്ജക്റ്റാണ്. കാരണം ഡ്രോ എന്ന പ്രവൃത്തിയോടെ ചെയ്യുന്നത് ഐ ആണ്. അതുകൊണ്ട് ഐ സബ്ജക്റ്റാണ്, ഡ്രോ എന്നത് വെർബാണ്. എന്നിട്ട് ഇതിനെ ലളിതമായ കാലമെന്ന് പറയുവാൻ കാരണം, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുവാൻ കാരണം, ഡ്രോ വരയ്ക്കുക എന്ന വെർബിനെ വിശദീകരിക്കുവാനോ വിശേഷിപ്പിക്കുവാനോ മറ്റു വാക്കുകൾ ഒന്നും തന്നെ ഡ്രോയുടെ കൂടെ ഉപയോഗിച്ചിട്ടില്ല. അത് ആ ഒരൊറ്റ വാക്ക് മാത്രമേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതിനെ സിമ്പിൾ ടെൻസ് എന്ന്, പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുവാൻ കാരണം. അപ്പോൾ ഐ ഡ്രോ എ പിക്ചർ, ഒരു ചിത്രം ഞാൻ വരയ്ക്കുന്നു. അപ്പോൾ പിക്ചർ എന്ന് ഇവിടെ പറയുന്നത് ഡ്രോ എന്ന വരയ്ക്കുക എന്ന പ്രവൃത്തിക്ക് വിധേയമാകുന്ന വസ്തുവാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ഒബ്ജക്റ്റ്, കർമ്മം എന്ന് വിളിക്കുന്നു. ഇതിനിടയ്ക്ക് എ എന്നൊരു വാക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു എന്നാണ്. ഈ എ ആൻഡ് ദി ഇങ്ങനെ 3 വാക്കുകൾ ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസ് എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ്. അത് നമുക്ക് വിശദമായിട്ട് തന്നെ ഒരു ദിവസത്തെ ഒരു വീഡിയോ ചെയ്യുവാൻ അതൊരു ടോപ്പിക്കായിട്ട് തന്നെയുണ്ട്. അപ്പോൾ എന്താണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്? വളരെ ലളിതമായ രീതിയിൽ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുന്ന രീതിയാണ്. അതിലെ വെർബിന് പ്രത്യേകിച്ച് നമ്മൾ വിശദീകരിക്കുന്നില്ല. ആ ഒരു ഒറ്റ വാക്ക് തന്നെയായിരിക്കും അവിടെ വെർബായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഐ ഡ്രോ എ പിക്ചർ, ഞാനൊരു ചിത്രം വരയ്ക്കുന്നു. ഡ്രോ എന്നത് പ്ലൂറൽ ഫോമിലുള്ള വെർബാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത രൂപം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതായത് ഈ നമ്മൾ ഇപ്പോൾ പറയുന്ന സമയത്തും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും ഒരു പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ആ രൂപമാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. കണ്ടിന്യൂസ് എന്ന വാക്കിന് അർത്ഥം തന്നെ തുടർച്ച, തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുവാനാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ തുടർച്ചയെ കാണിക്കുവാൻ വേണ്ടി ആ ക്രിയ, ഡ്രോ എന്ന ക്രിയയുടെ മുമ്പിൽ സാഹചര്യത്തിനനുസരിച്ച് പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ട് ഈസ്, ആർ, ആം ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. അതുപോലെ ഡ്രോ എന്ന ക്രിയയെ തുടർച്ചയെ കാണിക്കുവാൻ INGയിൽ അവസാനിപ്പിക്കുകയും ചെയ്യുക. ഈസ്, ആർ, ആം വന്നാൽ അതിനുശേഷം വരുന്ന ക്രിയ ING ഫോമിൽ അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐ ആം ഡ്രോയിങ് എ പിക്ചർ, ഞാൻ ഒരു ചിത്രം വരച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡ്രോ എന്ന മുകളിലത്തെ വാക്കിന് ഇവിടെ വന്ന വ്യത്യാസം, അത് തുടർച്ചയെ കാണിക്കുവാൻ വേണ്ടി ആ വാക്ക് ING ഫോമിൽ അവസാനിക്കുകയും വാക്കിൻ്റെ മുമ്പിൽ ഈസ്, ആർ, ആം ഇതിലേതെങ്കിലും ഒന്ന് വരികയും ചെയ്തു. ഐ ആം ഡ്രോയിങ് എ പിക്ചർ എന്ന് വെച്ചാൽ ഞാൻ ഒരു ചിത്രം വരച്ചു കൊണ്ടിരിക്കുന്നു. ഈ സമയത്തും ആ പ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി മൂന്നാമത്തെ രൂപം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ വർത്തമാനകാലം പെർഫെക്റ്റ്, സമ്പൂർണ്ണ വർത്തമാനകാലം എന്നാണ് അതിൻ്റെ അർത്ഥം പറയുക. പെർഫെക്ഷൻ എന്ന് വെച്ചാൽ സമ്പൂർണ്ണത, പെർഫെക്റ്റ് സമ്പൂർണ്ണമായ. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വർത്തമാനകാലം കംപ്ലീറ്റ് ആയിട്ടുള്ള, സമ്പൂർണ്ണമെന്നാണ് അതിന് മലയാളത്തിൽ പറയുക. സമ്പൂർണ്ണ വർത്തമാനകാലം എന്നാണ് പറയുന്നത്.
അതായത് ഒരു പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ടു എന്ന സൂചനയാണ് പെർഫെക്ഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് എന്ന വാക്ക് ഇവിടെ തരുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഐ ഹാവ് ഡ്രോൺ എ പിക്ചർ. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് അത് സബ്ജക്റ്റിൻ്റെ രൂപത്തിനനുസരിച്ച്, ഇപ്പോൾ ഷിയോ ഹിയ ആണെങ്കിൽ അവിടെ ഹാസ് വന്നേനെ. ഐ ആയതുകൊണ്ടാണ് ഐ ഹാവ് ഡ്രോൺ. ഷീ ആയിരുന്നെങ്കിൽ ഷീ ഹാസ് ഡ്രോൺ എന്നേ വരത്തുള്ളൂ. അപ്പോൾ ഒന്നുകിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ് വർത്തമാനകാലത്തിൽ ഒരു ക്രിയയുടെ തൊട്ട് മുമ്പ് വരികയും ആ ആക്സിലറി വെർബിന് ശേഷം, അതായത് ഹാസ് അല്ലെങ്കിൽ ഹാവിന് ശേഷം ഡ്രോ എന്ന ക്രിയ അതിൻ്റെ മൂന്നാമത്തെ രൂപത്തിൽ, ക്രിയയുടെ മൂന്നാമത്തെ രൂപം എന്ന് പറയുന്നത് V3 ഫോം എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ്. അപ്പോൾ ക്രിയയുടെ മൂന്നാമത്തെ രൂപമായ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം ഹാവിന് അല്ലെങ്കിൽ ഹാസിന് ശേഷം ചേർക്കണം. അപ്പോൾ നമുക്കിങ്ങനെ വായിക്കാൻ പറ്റും, ഐ ഹാവ് ഡ്രോൺ എ പിക്ചർ. ഞാനൊരു ചിത്രം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വരച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസിലുള്ള രൂപമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ ഹാവ് ഉപയോഗിച്ചൊരു പ്രവൃത്തി നടന്നു എന്ന് പറയുമ്പോൾ ആ പ്രവൃത്തി ജസ്റ്റ് കംപ്ലീറ്റഡ് എന്നാണ് പറയുക. ഇപ്പോൾ സംഭവിച്ചു. അതിൻ്റെ എഫക്റ്റ് ഈ വർത്തമാനകാല രൂപത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അത് പാസ്റ്റിലോട്ട് പോയിട്ടില്ല. അപ്പോൾ ഐ ഹാവ് ഡ്രോൺ എ പിക്ചർ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ഒരു ചിത്രം വരച്ചതേ ഉള്ളൂ, വരച്ച് തീർത്തതേ ഉള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത രൂപമാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. സമ്പൂർണ്ണ വർത്തമാനകാലം തുടർച്ച. അതായത് വർത്തമാനകാലം സമ്പൂർണ്ണമായിട്ടുള്ളതാണ്, പക്ഷെ അത് തുടർച്ചയെ കാണിക്കുകയും ചെയ്യുന്നു. ഒരു പ്രവൃത്തി കംപ്ലീറ്റ് ചെയ്യപ്പെട്ടു, പക്ഷെ കംപ്ലീറ്റ് ചെയ്യപ്പെട്ടിട്ടും അതേ പ്രവൃത്തി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വർത്തമാനകാലം സമ്പൂർണ്ണമായത് തുടർച്ചയെ കാണിക്കുന്ന ടെൻസ്. ഇപ്പോൾ ഉദാഹരണം ഇവിടെ ഐ ഹാവ് ബീൻ ഡ്രോയിങ് എ പിക്ചർ. ഞാൻ ഒരു ചിത്രം വരച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ രൂപം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ സംഭാഷണത്തിലും എഴുത്ത് ഭാഷയിലും ഈ രൂപം നമ്മൾ സാധാരണയായിട്ട് ഒത്തിരി ഉപയോഗിക്കുന്നതാണ്. ഞാൻ വേറെ ഉദാഹരണങ്ങൾ അതിന് പറഞ്ഞു തരാം. മറ്റ് ഉദാഹരണങ്ങൾ ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് ആൻ ഇൻസ്ട്രക്ടർ സിൻസ് 1999. 1999 മുതൽ ഞാനൊരു ഇൻസ്ട്രക്ടറായി ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, അതാണ് ശ്രദ്ധിക്കാനുള്ളത്. എന്ന് പറയുമ്പോൾ നമ്മളത് വിശദീകരിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തിൽ എവിടെയോ വച്ചത് തുടങ്ങി, അതങ്ങനെ തുടർന്നുകൊണ്ടേ പ്രസൻറ്റ് ടെൻസിലൂടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ പറയുന്ന സമയത്തും ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. അത് ചിലപ്പോൾ ഭാവിയിലേക്കും ഭാവി കാലത്തിലേക്കും കടക്കുകയും ചെയ്യാം. ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ നിർവചനം എന്ന് പറയുന്നത്. പാസ്റ്റിൽ എവിടെ വച്ചോ തുടങ്ങി പ്രസൻറ്റിലൂടെ അത് ഇപ്പോൾ ഈ സംസാരിക്കുന്ന നിമിഷത്തിലും അത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് വേണമെങ്കിൽ ഭാവി കാലത്തിലോട്ടും കടക്കുവാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐ ഹാവ് ബീൻ ഡ്രോയിങ് എ പിക്ചർ എന്ന് വെച്ചാൽ ഞാനൊരു ചിത്രം വരച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലത്തിലെപ്പോൾ അയാളൊരു ചിത്രം വരയ്ക്കാൻ തുടങ്ങി, അത് ഈ പറയുന്ന നിമിഷത്തിലും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വര ഭാവി കാലത്തേക്കും തുടരുവാനും സാധ്യതയുണ്ട്. അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ സംഭാഷണത്തിലും അതുപോലെ എഴുത്ത് ഭാഷയിലും വളരെയധികം ഉപയോഗിക്കുന്ന ഒരു രൂപമാണ് ഇത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പാസ്റ്റ് ടെൻസാണ്. ഇതിനെ മലയാളത്തിൽ ഭൂതകാലം എന്നാണ് പറയുക. കഴിഞ്ഞ കാലമാണ് പാസ്റ്റ് ടെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ വളരെയധികം കാലങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ അതിനും ഇടയ്ക്കുള്ള ഒരു പീരീഡിലോ, അതായത് ഇപ്പോൾ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പോ അതല്ലെങ്കിൽ ഒത്തിരി കാലങ്ങൾക്ക് ഇടയിലോ, ഈ രണ്ട് പീരീഡിനും ഇടയിലോ സംഭവിച്ച കാര്യങ്ങളെല്ലാം പാസ്റ്റ് ടെൻസിൽ വരും. പാസ്റ്റ് ടെൻസും 4 രൂപത്തിലുണ്ട്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂവസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്,
പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ പഠിച്ച അതേ 4 രൂപങ്ങൾ ഇവിടെ പ്രസൻറ്റ് എന്ന വാക്ക് ഒഴിവാക്കി പാസ്റ്റ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഐ ഡ്രൂ എ പിക്ചർ. ഐ ഡ്രോ എന്ന വെർബ് പ്രസൻറ്റ് ടെൻസിലായിരുന്നു. ഇപ്പോൾ വരയ്ക്കുക എന്നർത്ഥമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ വരച്ചു എന്നാക്കാൻ അത് ഡ്രോ എന്നതിനെ ഡ്രൂ എന്ന രൂപത്തിലേക്ക് മാറ്റി. അപ്പോൾ കാലത്തിനനുസരിച്ച് ടെൻസിനനുസരിച്ച് ക്രിയയ്ക്ക് ഉണ്ടാകുന്ന രൂപമാറ്റമാണ് ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പോൾ ഐ ഡ്രൂ എ പിക്ചർ, ഞാനൊരു ചിത്രം വരച്ചു. ഇവിടെ ഡ്രോ എന്നത് ഡ്രൂ ആയി മാറി. ഇത് ക്രിയയുടെ രണ്ടാം രൂപം V2 എന്ന് പറയും. ഫസ്റ്റ് രൂപമാണ് നമ്മൾ പഠിച്ച ഡ്രോ വരയ്ക്കുക. ഇവിടെ ഡ്രൂ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇത് ഡ്രൂ എന്നത് വരച്ചു. അപ്പോൾ ഐ ഡ്രൂ എ പിക്ചർ, ഞാനൊരു ചിത്രം വരച്ചു. ഇവിടെ ഡ്രൂവിനെ മോഡിഫൈ ചെയ്യുവാനോ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുവാനോ മറ്റു വാക്കുകൾ ഒന്നും തന്നെ അതിനോടൊപ്പം ചേരാത്തത് കൊണ്ടാണ് ഇതിനെ സിമ്പിൾ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ രൂപം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് കഴിഞ്ഞ കാലത്ത് തുടർന്നു കൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയെപ്പറ്റി പറയുവാനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഐ വാസ് ഡ്രോയിങ് എ പിക്ചർ, ഞാനൊരു ചിത്രം വരച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ മറ്റൊരു ആളിപ്പം ഉദാഹരണം ഐ വാസ് ഡ്രോയിങ് എ പിക്ചർ വെൻ മൈ സിസ്റ്റർ കെയിം ടു വിസിറ്റ് മീ. എൻ്റെ സഹോദരി എന്നെ സന്ദർശിക്കാൻ വന്നപ്പോൾ ഐ വാസ് ഡ്രോയിങ് എ പിക്ചർ, ഞാനൊരു ചിത്രം വരച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സന്ദർഭത്തിലും ഞാൻ എൻ്റെ പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് സൂചിപ്പിക്കുവാനാണ്. ആ പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുവാനാണ് ഇവിടെ കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഐ വാസ് ഡ്രോയിങ് എ പിക്ചർ, ഞാൻ ഒരു ചിത്രം വരച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി മൂന്നാമത്തെ രൂപം നോക്കൂ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. കഴിഞ്ഞ കാലത്ത് ഒരു പ്രവൃത്തി സമ്പൂർണ്ണമായും നടത്തപ്പെട്ടു എങ്കിൽ അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം ഐ ഹാഡ് ഡ്രോൺ എ പിക്ചർ. ഐ ഹാഡ് ഡ്രോൺ എ പിക്ചർ, ഞാൻ ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം കംപ്ലീറ്റ് ചെയ്ത് വരച്ചിട്ടുണ്ടായിരുന്നു എന്നർത്ഥം. ആ പ്രവൃത്തി കഴിഞ്ഞ കാലത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ആ ഡ്രോ എന്ന വാക്കിൻ്റെ രൂപമാറ്റം ഇവിടെ ശ്രദ്ധിക്കുവാനുണ്ട്. ഇവിടെ ഹാഡ് എന്ന വാക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു ഹാസ്, ഹാവ്, അതിനുശേഷം ഒരു വെർബ് വന്നപ്പോൾ വെർബിൻ്റെ മൂന്നാം രൂപമായ ഡ്രോൺ അവിടെ ഉപയോഗിക്കണമെന്ന് പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ പഠിച്ചു. അതേ നിയമം തന്നെയാണ് ഹാഡിനും ബാധകം. അപ്പോൾ നിയമം ഇതാണ്, ഹാസ്, ഹാവ്, ഹാഡ് ഇവയ്ക്ക് ശേഷം ഒരു വെർബ് വന്നാൽ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം, അതായത് V3 ഫോം വേണം അവിടെ ഉപയോഗിക്കുവാൻ. അപ്പോൾ ഇതിലെ V1 എന്ന് പറയുന്നത് ഡ്രോയാണ്, V2 എന്ന് പറയുന്നത് ഡ്രൂ ആണ്, V3 എന്ന് പറയുന്നതാണ് ഡ്രോൺ. അപ്പോൾ ഐ ഹാഡ് ഡ്രോൺ, ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം ഐ ഹാവ് ഡ്രോൺ, ഞാൻ വരച്ചിട്ടുണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഐ ഹാവ് ഡ്രോൺ, ഞാൻ വരച്ചിട്ടുണ്ട്, ജസ്റ്റ് കംപ്ലീറ്റഡ് ദ ഡ്രോയിങ്. ഐ ഹാഡ് ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു, പാസ്റ്റിൽ വരച്ചിട്ടുണ്ടായിരുന്നു. ആ വർക്ക് നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്യപ്പെട്ടതാണ് എന്ന അർത്ഥം കിട്ടും. അടുത്ത് നോക്കൂ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. കഴിഞ്ഞ കാലത്ത് ആ സമ്പൂർണ്ണമാക്കപ്പെട്ടതായ പ്രവൃത്തി സമ്പൂർണ്ണമാക്കപ്പെടുകയും വീണ്ടും വീണ്ടും അത് തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്തു. അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദാഹരണം തന്നിരിക്കുന്നത് ഐ ഹാഡ് ബീൻ ഡ്രോയിങ് എ പിക്ചർ, ഞാനൊരു ചിത്രം വരച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അർത്ഥം ഇങ്ങനെയാണ് എടുക്കുക, ഐ ഹാഡ് ബീൻ ഡ്രോയിങ്, ഞാൻ വരച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു എ പിക്ചർ, ഒരു ചിത്രം. അപ്പോൾ കഴിഞ്ഞ കാലത്ത് എന്തോ സംഭവിക്കുന്ന സമയത്തും ഞാൻ ആ പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഐ വാസ് ഡ്രോയിങ്ങും ഐ ഹാഡ് ബീൻ ഡ്രോയിങ്ങും തമ്മിലുള്ള വ്യത്യാസം, ഐ വാസ് ഡ്രോയിങ് എന്ന് പറയുമ്പോൾ ഒരു
സംഭവം ആ സമയത്ത് നടന്നുകൊണ്ടിരുന്നു. പക്ഷേ ഇതാണെങ്കിൽ ഇത് കുറേ സമയം എന്ന് വെച്ചാൽ ഒത്തിരി പീരീഡിൽ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. ഐ ഹാഡ് ബീൻ ഡ്രോയിങ്, കുറേ കാലം കൊണ്ട് ഞാൻ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അർത്ഥം വരും. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ ഹാഡ് ബീൻ വർക്കിംഗ് ആസ് ആൻ ഓവർസിയർ ഇൻ അരംകോ കമ്പനി സിൻസ് 1999. 1999 മുതൽ അരംകോ കമ്പനിയിൽ ഒരു ഓവർസിയറായി ഞാൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നോക്കൂ, 1999 മുതൽ ഈ പറയുന്നതിന് മുമ്പ് വരെ, അതിലേതോ ഒരു കാലം വരെ, ആ കാലം ഏതുവരെ എന്ന് ഇവിടെ സ്പഷ്ടമല്ല. 1999 മുതൽ അദ്ദേഹം അരംകോ കമ്പനിയിൽ ഒരു ഓവർസിയറായി ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന ഈ നിമിഷത്തിൽ അദ്ദേഹം ആ ജോലി ചെയ്യുന്നില്ല എന്നർത്ഥം അവിടെയുണ്ട്. അതുകൊണ്ടാണ് അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം നമ്മൾ നേരത്തെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്ത് തുടങ്ങി വർത്തമാനകാല രൂപം ഈ പറയുന്ന നിമിഷത്തിലും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഭാവിയിലേക്കും ആ പ്രവൃത്തി തുടരുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസിനെ പറ്റിയാണ് പഠിക്കുവാനുള്ളത്. ഫ്യൂച്ചർ ടെൻസ് എന്ന് വെച്ചാൽ ഭാവി കാലമാണ്. ഇനി മേൽ നടക്കുവാൻ ഇടയുള്ള കാര്യങ്ങളെപ്പറ്റി പറയുവാനാണ് ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. അതിനും 4 രൂപങ്ങളുണ്ട്: സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ആദ്യം ലളിതമായ ഭാവികാലം, അത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഇവിടെ ഐ എന്ന സർവനാമം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഐ എന്ന സർവനാമത്തിന് ശേഷം ഷാൽ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് ഫ്യൂച്ചർ ടെൻസ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഡ്രോ എന്ന വെർബ് അതിനുശേഷം ഉപയോഗിച്ചിരിക്കുന്നു. നമുക്ക് നോക്കാം. ഐ ഷാൾ ഡ്രോ എ പിക്ചർ, ഞാൻ ഒരു ചിത്രം വരയ്ക്കും. ഇനി മേൽ ഒരു ചിത്രം ഞാൻ വരയ്ക്കും, ഭാവിയിൽ ഞാൻ ഒരു ചിത്രം വരയ്ക്കുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സാധ്യത ചിലപ്പോൾ സംഭവിക്കുവാനും സംഭവിക്കാതിരിക്കുവാനും സാധ്യതയുണ്ടെന്ന് വെച്ചാൽ ചിത്രം വരയ്ക്കുവാനും വരയ്ക്കാതിരിക്കുവാനും ഭാവിയിൽ സാധ്യതയും ഉണ്ട്. അതൊന്നും ഉറപ്പില്ലാത്ത കാര്യവും കൂടിയാണ്. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഭാവിയിൽ ഒരു പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുമെന്ന് സൂചിപ്പിക്കുവാനാണ് അത് ഉപയോഗിക്കുന്നത്. ഇവിടെ ഐ ഷാലിന് ശേഷം ബി എന്ന വെർബ് ഉപയോഗിച്ച് അതിനുശേഷം വരുന്ന ക്രിയ ING ഫോമിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ ING ഫോമിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആ പ്രവൃത്തി തുടരുമെന്ന് കാണിക്കുവാൻ അല്ലെങ്കിൽ തുടർച്ചയെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഐ ഷാൽ ബി ഡ്രോയിങ്, ഞാൻ വരച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. എ പിക്ചർ, ഒരു ചിത്രം. ഞാനൊരു ചിത്രം വരച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും, ആ പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ടാവും എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അടുത്ത ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ഭാവികാലം സമ്പൂർണ്ണമായിട്ടുള്ളൊരു ടെൻസാണ്. അതായത് ഭാവി കാലത്ത് മറ്റൊരാക്ഷൻ നടക്കുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ പറയാം, നീ എന്നെ സമീപിക്കുന്നതിനും അല്ലെങ്കിൽ കാണാൻ വരുന്നതിന് മുമ്പ് ഞാൻ ഈ പ്രവൃത്തി ചെയ്ത് തീർത്തിട്ടുണ്ടാവും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു സെൻസിലാണ് ഇത് എടുക്കേണ്ടത്. ഐ ഷാൽ ഹാവ് ഡ്രോൺ, ഞാൻ വരച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വരച്ച് തീർത്തിട്ടുണ്ടാവും. എ പിക്ചർ, ഒരു ചിത്രം. ഞാനൊരു ചിത്രം വരച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വരച്ച് പൂർത്തീകരിച്ചിട്ടുണ്ടാവും. എപ്പോൾ? നീ വരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ മറ്റൊരു പ്രവൃത്തി നടക്കുന്നതിന് മുമ്പോ എന്നുള്ള അർത്ഥമൊക്കെ അത് നമുക്ക് നൽകാവുന്നതാണ്. അതായത് ഏതായാലും ഭാവി കാലത്ത് ഒരു പ്രവൃത്തി ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ടാവും, അത് ആ പ്രവൃത്തി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇവിടെ പെർഫെക്റ്റ്, സമ്പൂർണ്ണത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഐ ഷാൽ ഹാവ് ഡ്രോൺ എ പിക്ചർ, ഞാനൊരു ചിത്രം വരച്ചിട്ടുണ്ടാവും. ഇനി അടുത്ത് നോക്കൂ, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഭാവിയിൽ സമ്പൂർണമായ വർത്തമാനകാലം തുടർച്ച എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു പ്രവൃത്തി കംപ്ലീറ്റ് ചെയ്യപ്പെടുകയും അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുമെന്നുള്ളൊരു സൂചനയാണ് ഈ ടെൻസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഐ ഷാൽ ഹാവ് ബീൻ ഡ്രോയിങ് എ പിക്ചർ, ഞാനൊരു ചിത്രം വരച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടാവും എന്ന് വെച്ചാൽ ആ പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു പ്രവൃത്തി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയും ഒരു ചിത്രം വരയ്ക്കുകയും വീണ്ടും വീണ്ടും ആ ചിത്രം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യാമെന്ന അർത്ഥവും കൂടി ആ കണ്ടിന്യൂസ് ടെൻസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നൽകുന്നുണ്ട്. ഐ ഷാൽ ഹാവ് ബീൻ ഡ്രോയിങ് എ പിക്ചർ, ഞാനൊരു ചിത്രം വരച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും.
ഇനി നമ്മൾ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെ ടെൻസിൽ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് നമ്മളിപ്പോൾ പഠിച്ചതാണ്. പക്ഷേ ഇവിടെ യൂസിങ് വിത്ത് എ സിംഗുലർ വെർബ്, ഒരു സിംഗുലർ വെർബ് ഉപയോഗിച്ചിട്ട് ഇതിലെ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും സെയിം രൂപത്തിൽ തന്നെ വരും. പ്രസൻറ്റ് ടെൻസിൽ ചെറിയ വ്യത്യാസം വരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഞാനിവിടെ ശ്രമിക്കുകയാണ്. അടുത്ത് സിംഗുലർ വെർബ് ഉപയോഗിച്ചുകൊണ്ട് പ്രസൻറ്റ് ടെൻസ് ഫോംസ് ഉണ്ടാക്കുകയാണ്. നമ്മൾ നേരത്തെ ഐ എന്ന വെർബ് സർവനാമത്തിൻ്റെ കൂടെ ഡ്രോ എന്ന പ്ലൂറൽ വെർബ് ഉപയോഗിച്ചിട്ടാണ് സെൻറ്റൻസുകൾ ഉണ്ടാക്കിയത്. ഇവിടെ ഡ്രോ എന്നതിന് പകരം ഡ്രോസ് എന്ന സിംഗുലർ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഷീ എന്നത് ഏകവചനമാണ്. അതുകൊണ്ട് അതിനോടൊപ്പം ചേർന്ന് വരുന്ന വെർബുകളും ഏകവചനമായിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഡ്രോസ് എന്ന വാക്ക് വന്നത്. നമ്മൾ നേരത്തെ ഐ ഉപയോഗിച്ചപ്പോഴും ഐ സിംഗുലർ ആയിരുന്നുവെങ്കിലും ഇംഗ്ലീഷിലെ നിയമം അനുസരിച്ച് ഐയുടെ കൂടെ വരുന്ന വെർബുകൾ എപ്പോഴും പ്ലൂറൽ ഫോമിലുള്ളതായിരിക്കണം. അതുകൊണ്ടാണ് പ്ലൂറൽ ഫോം വെർബായ ഡ്രോ ഐയുടെ കൂടെ ഉപയോഗിച്ചത്. ഇവിടെ ഷീ ഡ്രോസ് എ പിക്ചർ, അവൾ ഒരു ചിത്രം വരയ്ക്കുന്നു. പിന്നെ കണ്ടിന്യൂസ് ടെൻസിൽ ഷീ ഈസ് ഡ്രോയിങ് എ പിക്ചർ. പിന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഷീ ഹാസ് ഡ്രോൺ എ പിക്ചർ എന്ന രൂപം കിട്ടുന്നു. നമ്മൾ നേരത്തെ ഐ ഹാവ് ഡ്രോൺ എ പിക്ചർ എന്നാണ് പഠിച്ചത്. ഇവിടെ ഷീ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ഹാസ് ആണ് വരിക. അതുകൊണ്ട് അത് ഷീ ഹാസ് ഡ്രോൺ എ പിക്ചർ എന്നായി. അതുപോലെ തന്നെ അതിൻ്റെ കണ്ടിന്യൂസ് ടെൻസും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ഐ ഹാവ് ബീൻ ഡ്രോയിങ് എന്നതിന് പകരം ഷീ ഹാസ് ബീൻ ഡ്രോയിങ് എന്ന രൂപമാണ് കിട്ടുന്നത്. ഇത് രൂപങ്ങളിലെ അർത്ഥം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പ്രസൻറ്റ് ടെൻസ് പ്ലൂറൽ വെർബ് ഉപയോഗിച്ചിട്ടുള്ള ഭാഗത്ത് ഞാൻ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് ചെന്ന് സംശയ ദൂരീകരണം വരുത്തണം. ഇവിടെ പാസ്റ്റ് ടെൻസാണ്, സിംഗുലർ വെർബാണ് വന്നതെങ്കിലും പാസ്റ്റ് ടെൻസിൽ വെർബിന് രൂപമാറ്റം ഉണ്ട്. അതായത് പ്ലൂറൽ വെർബിൻ്റെ അതേ രൂപം തന്നെയാണ് സിംഗുലർ വെർബിനും പാസ്റ്റ് ടെൻസിൽ ഉണ്ടാവുന്നത്. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സബ്ജക്റ്റിൻ്റെ അർത്ഥം ഐ എന്നതിന് പകരം ഷീ അവൾ എന്ന അർത്ഥം മാറുന്നു എന്നല്ലാതെ വാചകത്തിന് മറ്റർത്ഥങ്ങൾ വ്യത്യാസമൊന്നും വരുന്നില്ല, രൂപമാറ്റവും വരുന്നില്ല. ഷീ ഡ്രൂ എ പിക്ചർ, അവൾ ഒരു ചിത്രം വരച്ചു. ഷീ വാസ് ഡ്രോയിങ് എ പിക്ചർ, അവളൊരു ചിത്രം വരയ്ക്കുകയായിരുന്നു. ഷീ ഹാഡ് ഡ്രോൺ എ പിക്ചർ, അവളൊരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് ബീൻ ഡ്രോയിങ് എ പിക്ചർ, അവൾ ഒരു ചിത്രം വരച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം ആദ്യത്തെ പ്രസൻറ്റ് ടെൻസിൽ നിന്ന് തന്നെ ഈ 4 രൂപത്തിൻ്റെയും അർത്ഥത്തെ പറ്റിയുള്ള വിശദീകരണം സംശയമുണ്ടെങ്കിൽ കേൾക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തെ രൂപമായ ഫ്യൂച്ചർ ടെൻസ്. ഇവിടെയും പിന്നെ നേരത്തെ നമ്മൾ ഐ ഷോൾ ഡ്രോ എ പിക്ചർ എന്ന് പഠിച്ചയിടത്ത് ഇവിടെ ഷീ സബ്ജക്റ്റ് ആയതുകൊണ്ട് വിൽ എന്ന വാക്കാണ് വരിക. അതുകൊണ്ട് ഷീ വിൽ ഡ്രോ എ പിക്ചർ, അവൾ ഒരു ചിത്രം വരയ്ക്കും. ഷാലിന് പകരം വില്ല് വന്നു. വേറെ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഐക്ക് പകരം ഷീയും വന്നു. അപ്പോൾ ഷീ വിൽ ഡ്രോ എ പിക്ചർ, അവളൊരു ചിത്രം വരയ്ക്കും. ഷീ വിൽ ബി ഡ്രോയിങ് എ പിക്ചർ, അവളൊരു ചിത്രം വരച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. ഷീ വിൽ ഹാവ് ഡ്രോൺ എ പിക്ചർ, അവളൊരു ചിത്രം വരച്ചിട്ടുണ്ടാവും. ഷീ വിൽ ഹാവ് ബീൻ ഡ്രോയിങ് എ പിക്ചർ, അവളൊരു ചിത്രം വരച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടാവും. അപ്പം ഇവയുടെയൊക്കെ അർത്ഥം വിശദമായിട്ട് ഞാൻ പ്രസൻറ്റ് ടെൻസിൽ പറഞ്ഞിട്ടുണ്ട്. സംശയമുള്ളവർ പ്രസൻറ്റ് ടെൻസിന് പ്രാധാന്യം കൊടുത്ത് കൂടുതൽ കേൾക്കണം.